കേരളത്തിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്താണല്ലോ. അതും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര സംഘങ്ങളാണ്. കോടികൾ മറിയുന്ന ഇടപാടിൽ സിനിമാ മേഖലയിലുള്ളവരടക്കം കണ്ണികളുമാണ്. മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവുകൾ കൂടുതലെത്തുന്നത്. യുവസംവിധായകർ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കേസിൽ എക്സൈസിന് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് എക്സൈസ് കടന്നിട്ടുണ്ട്. സംവിധായകൻ സമീർ താഹിറിന് ഉടൻ സമൻസ് നൽകും എന്നും അറിയുന്നു. സുധീഷ് ഗോപാലാണ് നമുക്ക് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുധീഷ്, അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമീർ താഹിറിനടക്കം സമൻസ് അയക്കുമെന്ന് അറിയുന്നു. ഒപ്പം ഇന്ന് ചോദ്യം ചെയ്യലുകൾ ആരെയൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എക്സൈസ്? വീണ, ഇന്നലെ പുലർച്ചെയാണ് ഇത്തരത്തിൽ എറണാകുളം ഗോശ്രീ പാലത്തിന് സമീപത്തെ ഫ്ലാറ്റിൽ നിന്ന്, ഈ ഫ്ലാറ്റ് ഛായാഗ്രഹനും സംവിധായകനുമായ സമീർ താഹിറിൻ്റെ ആയിരുന്നു. അവിടെ നിന്നാണ് ഖാലിദ് റഹ്മാനെയും അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസയെയും കഞ്ചാവുമായി പിടികൂടിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ എക്സൈസ് തിരയുന്നത് ഇവർക്ക് ആരാണ് കഞ്ചാവ് എത്തിച്ച് നൽകിയതെന്നതാണ്. അവരെ കണ്ടെത്തി അതിൻ്റെ തുടർച്ചയായി ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരിവിടെ എത്താനും ഇത്തരത്തിൽ കഞ്ചാവിൻ്റെ കൈമാറ്റം അവിടെ നടക്കുന്നു എന്ന് എക്സൈസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യപടിയായി തന്നെ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനുമാണ് എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവരെ പിടികൂടി അളവ് കുറവായതുകൊണ്ട് തന്നെ 1.7 ഗ്രാം കഞ്ചാവ് മാത്രമാണ് പിടികൂടിയെന്നാണ് എക്സൈസിൻ്റെ FIR-ഉള്ളപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും തന്നെ നടന്നിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടിയായി സമീർ താഹിറിനെ സമൻസ് അയക്കാനും അതോടൊപ്പം ആരാണോ ഇവർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയതെന്ന് കണ്ടെത്താനുമുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വരവ്. അത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് 10 കോടിയിലധികം രൂപയുടെ കഞ്ചാവാണ് സമീപകാലത്ത് തന്നെ, ഹൈബ്രിഡ് കഞ്ചാവാണ് സമീപകാലത്ത് തന്നെ പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത് ഏറ്റവും പ്രധാനമായും തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നും മറ്റുമാണ് എത്തുന്നത്. ഇവിടെ ഒഡീഷയിൽ നിന്നും മറ്റും വരുന്ന കഞ്ചാവിന് 1 കിലോയ്ക്ക് 25,000 രൂപ വിലയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവിന് 1 കിലോയ്ക്ക് 15 ലക്ഷം രൂപയാണ് വില. അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറുകളിൽ ഇത് തയ്യാറാക്കാൻ പറ്റും. പ്രത്യേക രീതിയിൽ പരിപാലിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ MDMA പോലുള്ള ലഹരി, രാസലഹരികൾക്ക് വലിയ രീതിയിൽ അതൊക്കെ പിടിക്കപ്പെട്ടാൽ ചെറിയ 1 ഗ്രാമിൽ കൂടിയാൽ പോലും വലിയ ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ റിമാൻഡിൽ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് സിനിമാ മേഖല അടക്കം മാറുന്നു എന്ന ഒരു സൂചനയുമാണ് വരുന്നത്. അത് പിടികൂടിയാൽ 1 കിലോ ഹൈബ്രിഡ് ആയാലും സാധാരണ കഞ്ചാവായാലും ഇതിന് പ്രത്യേക നിയമമില്ലാത്തത് കൊണ്ട് തന്നെ 1 കിലോ വരെ പിടികൂടിയാൽ അതിന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന തരത്തിലാണ് നിയമം നിലനിൽക്കുന്നത്. ഇതുകൂടി ലക്ഷ്യം വെച്ചും അതിൻ്റെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ലഹരി നൽകും എന്നതും ആണ് ഇതിന് കൂടുതൽ പേരെ പ്രിയങ്കരാക്കുന്നത്. അത് സിനിമാ മേഖലയിൽ വല്ലാതെ പിടിമുറുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആലപ്പുഴ തന്നെ തസ്ലീമയും ഭർത്താവ് സുൽത്താനും കൊണ്ടുവന്നത് ഹൈബ്രിഡ് കഞ്ചാവ് ഏറ്റവും പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് സിനിമാ മേഖലയായിരുന്നു. ആ രീതിയിൽ സിനിമാ മേഖലയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച് നൽകുന്ന വിവിധ രാജ്യാന്തര സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടിച്ചിരുന്നത്. നെടുമ്പാശ്ശേരി മാത്രമല്ല, കേരളത്തിലെ 3 വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഇറക്കുമതി ഉണ്ട് എന്നതാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇന്ത്യ വഴി ഇല്ലെങ്കിൽ കേരളം വഴി മറ്റ് രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുപോകുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തുന്നവരെ പിടികൂടുന്നതിനുള്ള പ്രത്യേക ഒരു നിരീക്ഷണം എക്സൈസും പോലീസും എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ സിനിമാ മേഖലയിലെ പ്രധാന കണ്ണികൾ ആരുന്നതിലേക്കും അന്വേഷണം എത്തിച്ചേരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം ഇന്നലെ ഇപ്പോൾ ഖാലിദ് റഹ്മാനും അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ച് നൽകിയത് ആരെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്കാണ് എക്സൈസ് പോകുന്നത്. ഇത് സംബന്ധിച്ച് പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചു എന്നത് തന്നെയാണ് അവർ നൽകുന്ന സൂചന. എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും വേണ്ടി വരും എന്നും എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. വീണ. ഓക്കെ, ശരി സുധീഷ്.